തയ്യാറാക്കാൻ പോകുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെണ്ടയ്ക്ക എന്നത്, ലേഡീസ് ഫിംഗർ. എന്നാലും ഈ വെണ്ടയ്ക്ക ഉപയോഗിച്ചും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി. സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടി വെക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു കറികളിലൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് ഒറ്റ കാര്യം പറയട്ടെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, അതിലേക്ക് കിടക്കാം. അപ്പോൾ അതാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വെണ്ടയ്ക്ക ഇതാണ്. സാധാരണ നമ്മുടെ വെണ്ടയ്ക്ക ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക ഇതിനായിട്ട് എടുക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെണ്ടയ്ക്ക എടുത്ത ശേഷം നമുക്ക് വെണ്ടയ്ക്കയുടെ ഈ രണ്ട് വശവും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം, ഇതുപോലെ. അതിനുശേഷം നമുക്കിത് 4ആയിട്ട് കട്ട് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ എടുക്കാം. അതോടൊപ്പം തന്നെ ഒന്നുകൂടി, അതായത് അപ്പോൾ ശരിക്കും നേർത്തതായിട്ട് വരും, ഇതുപോലെ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് കുരു നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല, കാരണം നല്ല ഒരു ടിപ്പിക്കലായിട്ട് ടേസ്റ്റ് കൂടി ആയിരിക്കും കുരു കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ കുരു കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കളയണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് കളയാം, പക്ഷേ കുരു കളയാതിരിക്കുന്നതായിരിക്കും ഇച്ചിരി ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി 4 പീസാക്കി ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ ഒരേപോലെ തന്നെ സെയിം ആയിട്ട് ഒരു കട്ടിയിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അതൊന്നും വലിയ പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയൊക്കെ മാറിപ്പോയാലും കുഴപ്പമില്ല, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്. അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള 1 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം എരിവിനും അതോടൊപ്പം തന്നെ കളറിനും കൂടിയാണ്. പക്ഷേ ഇത്രത്തോളം മതി, ഒരുപാടായി പോകണ്ട. ഒരുപാട് എരിവ് കൂടിയ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ട ഒരല്പം ഗരം മസാലയാണ്. നമ്മുടെ സാധാരണ ഇറച്ചി മസാല വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടാൻ കുഴപ്പമില്ല, ചിക്കൻ മസാല വേണമെങ്കിലും ഇടാം. നല്ലൊരു ഫ്ലേവറായിട്ടാണ് നമ്മൾ ഗരം മസാലയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നമ്മൾ ഓൾറെഡി തന്നെ എരിവിന് നമ്മൾ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതൊരു ഫ്ലേവറിനായിട്ട് ഇടാം. ഇനി നമുക്ക് ആവശ്യം ഒരല്പം ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് അല്പം കടലമാവാണ്. നമുക്ക് ഇത് ചെറിയ സ്പൂണാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 4 സ്പൂണോളമാണ് കടലമാവ് ഇടുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം കോൺഫ്ലോർ പൗഡറാണ്. സാധാരണ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോൺഫ്ലോർ. ഇനി ഇതില്ല എങ്കിൽ നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ